അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില സൗഹൃദങ്ങളുണ്ട്, ചില സുഹൃത്തുക്കളുണ്ട്. ഒരുപക്ഷെ അതിനുശേഷമുള്ള നമ്മുടെ ജീവിതത്തെ പോലും റീഡിഫൈൻ ചെയ്യുന്നത് അവരായിരിക്കും. അത്തരത്തിൽ ഒരു സുഹൃത്തിനെ കിട്ടിയത് കൊണ്ട് മാത്രം ലോകമറിഞ്ഞ വ്യക്തിയാണ് ലോകസഞ്ചാരി മാർക്കോ പോളോ. 100 Days 100 Stories Day 17. പഴയ വെനീസിലെ വലിയൊരു വ്യാപാര കുടുംബമായ പോളോ കുടുംബത്തിലെ അംഗമായിരുന്നു മാർക്കോ പോളോ. അങ്ങ് വെനീസ് മുതൽ ഇങ്ങ് ചൈന വരെ മാർക്കോ പോളോ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആ യാത്രയെക്കുറിച്ച് എവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. വെനീസിൽ നിന്നും മിഡിൽ ഈസ്റ്റിലെ പേർഷ്യയിലേക്ക് പായ്ക്കപ്പലിലും അവിടെ നിന്നും ഗോബി ഡെസേർട്ടും മംഗോളിയയും കടന്ന് സിൽക്ക് റൂട്ടിലൂടെ ചൈനയിലേക്കും നടത്തിയൊരു യാത്ര 12ാം നൂറ്റാണ്ടാണ് എന്നുള്ളൊരു കാര്യം ആലോചിക്കണം. അക്കാലത്ത് അവിശ്വസനീയമായ ഈ ഒരു സാഹസിക യാത്ര. എന്നാൽ മാർക്കോ പോളോയുടെ ഈ ഒരു യാത്രയെക്കുറിച്ച് അറിയാവുന്നവർ തന്നെ ചുരുക്കമായിരുന്നു. ആയിടയ്ക്ക് AD 1298 വെനീസും റിപ്പബ്ലിക് ഓഫ് ജനോവയും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ ഫലമായി മാർക്കോ പോളോയെ ജയിലിലടക്കുകയുണ്ടായി. ജയിലിലെ ബോറടി മാറ്റുന്നതിന് താൻ സഞ്ചരിച്ച രാജ്യങ്ങളെക്കുറിച്ചും കണ്ട കാഴ്ചകളെക്കുറിച്ചും അദ്ദേഹം ജയിലിലെ സഹതടവുകാരനായ റെസ്റ്റിക്കെല്ലോയോട് പറയാൻ തുടങ്ങി. ആവേശത്തോടെ ഈ കഥകളൊക്കെ കേട്ട റെസ്റ്റിക്കെല്ലോ ഡാ പിസ എന്ന ആ സുഹൃത്ത് മാർക്കോ പോളോയുടെ വലിയ ആരാധകനായി മാറി. അയാൾ ചെറിയ പേപ്പർ കഷ്ണങ്ങളിൽ അവയൊക്കെ നോട്ട് ചെയ്ത് വെച്ചു. പിന്നീട് താൻ കേട്ട കഥകളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ദ ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന മാർക്കോ പോളോയുടെ ജീവിത കഥ അദ്ദേഹം പുറത്തെത്തിച്ചു. മാർക്കോ പോളോയ്ക്ക് റെസ്റ്റിക്കെല്ലോടൊപ്പം ആ ജയിൽ മുറിയിൽ കഴിയേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ അയാളുടെ യാത്രകളും നേട്ടങ്ങളും ഒക്കെ തന്നെയും ലോകം അറിയാതെ പോയേനെ. അതുകൊണ്ട് തന്നെ നമ്മുടെ മോശം സമയമാണെങ്കിൽ പോലും ആത്മാർത്ഥമായി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്ത്, ഒരൊറ്റ സുഹൃത്ത് മതി നമ്മുടെ ജീവിതം മാറി മറിയാൻ.